ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗോൾഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നമ്മളൊരു 1 ലോട്ട് ഷോർട്ട് ചെയ്യാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവലാണത്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ഒരു റെഡ് ലൈൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ താഴെയുള്ള ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മിനിമം നമ്മൾ 1:2 ടാർഗറ്റിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടാർഗറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ളൊരു റീസൺ മൾട്ടിപ്പിളായിട്ട് ആ ഒരു റെസിസ്റ്റൻസിൽ റിജക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫേക്ക് ഔട്ട് പോലൊരു റിജക്ഷൻ ക്യാൻഡിൽ വരികയും ആ ഒരു റിസ്ക് നമുക്ക് 1:2 ഏരിയ കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ ട്രേഡ് എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ട്രേഡിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ റിസ്ക് റിവാർഡ് പക്കയായിരിക്കണം. മിനിമം 1:2. അത് പിന്നെ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് 1:3, 1:4 അതുപോലെ നമുക്ക് ട്രയൽ സ്റ്റോപ്പ് ലോസ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഒരിക്കലും മാറ്റാൻ പാടില്ല. സ്റ്റോപ്പ് ലോസ് നമ്മൾ കൂട്ടും തോറും നമ്മളെ റിസ്ക് റിവാർഡ് കുറയും. ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുക. സ്റ്റോപ്പ് ലോസ് നമ്മൾ കുറക്കാൻ ഓക്കെയാണ്, മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് വരാം, പക്ഷേ സ്റ്റോപ്പ് ലോസ് നമ്മൾ മുകളിലേക്ക് മാറ്റരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടാർഗറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓൾറെഡി $230 പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു 1:1 വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് സ്റ്റോപ്പ് ലോസൊക്കെ നമുക്ക് ചെറുതാക്കാം. അപ്പോൾ നമ്മുടെ റിസ്ക് വളരെ ചെറുതായി മാറും. ഓൾമോസ്റ്റ് $250 അടുത്ത് പ്രോഫിറ്റ് കാണുന്നുണ്ട്. ലെറ്റ്സ് സീ. എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ഒരിക്കലും നമ്മൾ ആദ്യമേ തന്നെ ബൈ ഇടാൻ നിൽക്കരുത്. എപ്പോഴും ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്തായിരിക്കും കൂടുതൽ ഫേക്ക് വരാനുള്ള സാധ്യത. ഓൾറെഡി $300+ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അത് 25,000 INR+ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഏരിയകളിൽ ഒരു ഫേക്ക് ഔട്ടിനെ എക്സ്പെക്റ്റ് ചെയ്യണം. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയാലും മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ആയി കഴിഞ്ഞാലും അത് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ പോയി നമ്മൾ ട്രേഡ് എടുക്കരുത്. ചില കേസുകളിൽ നമുക്ക് എടുക്കാം, പക്ഷേ കൂടുതൽ സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് ഫേക്ക് ഔട്ടിനുള്ള ചാൻസാണ്. അതായത് ലിക്വിഡിറ്റി കിട്ടാനായിട്ട് ഈ ബിഗ് പ്ലെയേഴ്സ് എല്ലാവരും, അതായത് ഈ ബ്രേക്ക് ഔട്ടിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ സ്റ്റോപ്പ് ലോസൊക്കെ അടിക്കാനായിട്ട് കുറേ ഫേക്ക് ഔട്ടിനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ടാവും ഇതുപോലുള്ള ഏരിയകളിൽ. അപ്പോൾ ആ ഏരിയകളിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ നല്ലൊരു റിസ്ക് റിവാർഡ് ടാർഗറ്റ് വെച്ചിട്ടായിരിക്കണം ഇറങ്ങേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഒരിക്കലും കയറ്റി കൊണ്ടുവരാൻ പാടില്ല. എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് കുറയ്ക്കുകയും ടാർഗറ്റാണ് കയറ്റി കൊണ്ടുവരേണ്ടത്. ഓക്കെ, ടാർഗറ്റ് ഒരിക്കലും നമ്മൾ ഒരു ട്രേഡ് എടുത്താൽ അതിന് കുറക്കല്ല. എങ്ങനെ റിവേഴ്സിൽ വരാണെങ്കിൽ തന്നെ നമ്മൾ കോസ്റ്റിൻ്റെ അവിടേക്ക് സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്താണ് ട്രേഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ലോങ് ടേമിലേക്ക്, അതായത് ഈ ഒരു ട്രേഡ് കൊണ്ട് നമുക്ക് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അതൊരു 10 ട്രേഡ് അല്ലെങ്കിൽ ഒരു മാസത്തെ ട്രേഡ് അങ്ങനെ നമ്മൾ പ്രോഫിറ്റബിളായി പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഫ്യൂച്ചറിലായാലും ഈ ഒരു ട്രേഡിങ്ങിൽ നിന്ന് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു $360 അടുത്ത് നമുക്ക് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓൾറെഡി 1:1.5 വരെ നമുക്ക് റിട്ടേൺ വന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് FOMC മീറ്റിംഗ് കൂടിയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും FOMC മീറ്റിംഗ് വരുന്നുണ്ട്.
അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ട്രേഡിങ്ങിൽ ടാർഗറ്റ് ആവുമെന്ന് വിശ്വസിക്കാം. FOMC മീറ്റിങ്ങിൻ്റെ ടൈമായിട്ടും ഇത് ടാർഗറ്റ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോസ്റ്റിൻ്റെ അവിടേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് പ്ലാന്. ഇപ്പോൾ ഈ ഒരു ടാർഗറ്റ് അടിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ആ ഒരു ലെവലിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്റ്റോപ്പ് ലോസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ തൊട്ടടുത്ത്, അതായത് നമ്മളെ എൻട്രിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മളുടെ റിസ്ക് വളരെ ചെറുതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡ് റിവേഴ്സലായി കഴിഞ്ഞാലും നമുക്ക് അത്ര വലിയൊരു നഷ്ടം ഇവിടെ വരാൻ പോകുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് $400 അടുത്ത് നമുക്ക് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോർമലി ഞാൻ 2 ലോട്ടിലൊക്കെയാണ് ട്രേഡ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ന്യൂസ് വരാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ലോട്ടിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും ആ ഒരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. $745 നമുക്ക് നമ്മളൊരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് നമുക്ക് 1:2 റിസ്ക് റിവാർഡിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. അതിന് ശേഷം നടന്നത്, അതായത് ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണിത്. അവർ FOMC മീറ്റിങ്ങിൻ്റെ എഫക്റ്റാണിത്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തെങ്കിലും ആ ഗോൾഡ് അവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തതിനെക്കാട്ടിയും എത്ര മടങ്ങാണ് നമുക്ക് നോക്കാം. 1:43 റിസ്ക് റിവാർഡിൽ ആ ഒരു ട്രേഡ് അതുവരെ വന്നു. എന്തായാലും നമുക്കത് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഒരു റൂൾസ് വെച്ച് നമ്മൾ 1:2 ബുക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ